പിന്നെ സർജറി ഒക്കെ പറഞ്ഞു, പക്ഷെ പിന്നീട് സർജറി ചെയ്തില്ല. അത് ശരി, നമ്മളൊരാള് വന്ന് ഉഴിച്ചിലൊക്കെ ചെയ്തപ്പോ ശരിയായി. അങ്ങനെയാണ് അതിനുശേഷം ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞങ്ങൾ അന്ന് മൂന്നാർ പോയതാന്നൊക്കെ ഞങ്ങള് വെറുതെ ഇങ്ങനെ അവിടെ എന്താന്നൊക്കെ പറഞ്ഞോളൂ. ഇനിയിപ്പം പിള്ളേർക്ക് പറഞ്ഞുവിടാന്ന് തോന്നുന്നത്. മൂന്നാർ പോയതാ നിങ്ങൾ പറഞ്ഞു. എനിക്ക് സമാധാനായി. ഒരു കാര്യം ആരും അറിയാത്തൊരു കാര്യം എന്റെ കൈ പൊന്താത്തേലാണോ? അങ്ങനെയല്ല, ഇതാരും അറിയാത്തൊരു കാര്യമായിരുന്നല്ലോ, നമുക്കത് അറിയിക്കാൻ പറ്റില്ല. അധികം സീരിയസ് ആയിരുന്നു. എന്റെ കുറച്ചധികം സീരിയസ് ആയിരുന്നു. ഞാൻ ഒരു 5-6 മാസം കഴിഞ്ഞിട്ടാണ് എന്റെ പിന്നെ അത് റിക്കവർ ആയി വന്നതല്ലേ. അത് ഒരാള് അത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, പക്ഷെ ചെയ്തില്ല. വേറൊരാൾ അപ്പൊ ഒരു ദൈവദൂതനെ പോലെ ഒരുത്തൻ കയറി വന്നു. അവൻ പറഞ്ഞു ഞാനത് ശരിയാക്കി തരാം. അങ്ങനെ പുള്ളി അപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്യാം. ഞാൻ ഓപ്പറേഷണൽ ഡേറ്റ് എടുത്തു. അപ്പൊ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ഒരു മാസം കഴിഞ്ഞിട്ടാ കിട്ടിയത് എനിക്ക്. പുള്ളി എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പോയി ഓപ്പറേറ്റ് ചെയ്യാം, പക്ഷെ ലെറ്റ് മീ ട്രൈ, എനിക്കൊരു അവസരം. ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ തിരുമ്പ മാത്രമേ. ഞാൻ പറഞ്ഞു ഇവിടെ തിരുമരുതെന്ന്. പുള്ളി അവിടെ ഒന്നും തിരുമിയിട്ടേ ഇല്ല, അവിടെ തൊട്ടിട്ടില്ല. വേറെ പുള്ളി ഒരാഴ്ചയും കൊണ്ട് എന്റെ കൈ പൊക്കിച്ചു. ഒറ്റ ആഴ്ച കൊണ്ട് കൈ പൊക്കിച്ചു. പിന്നെ എന്നോട് പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു എന്താ മെയിൻ ആയിട്ട് എപ്പോഴും ചെയ്യണേന്ന് ചോദിച്ചു. ഞാൻ ഷട്ടിൽ കളിക്കാം, ചെറുപ്പം മുതൽ ഞാൻ ഷട്ടിൽ കളിക്കും. എന്നോട് പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞപ്പോ എന്നോട് പോയി ഷട്ടിൽ കളിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ചെയ്തെടുത്തു. ഈ സംഭവം എന്റെ ഉഷാറായി, പക്ഷെ എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. അങ്ങനെ പെർഫെക്റ്റ് അല്ല അത്, പക്ഷെ എന്നാലും സ്റ്റിൽ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. പറയാതെ ചെയ്തതാണ്. പിന്നെല്ലാം പറഞ്ഞിട്ടേ ചെയ്തിട്ടുള്ളൂ അല്ലെ.